ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ പേടിച്ചിരിക്കുന്നവരിരിക്കില്ലായിരുന്നു. എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാം. ഇത് നമ്മുടെ കൂട്ടായ്മയാണ്, കുടുംബ കൂട്ടായ്മയാണ്. അത് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനും നമ്മുടെ ചെയർമാനുമായ ടോം ജോസ് കുളങ്ങര, ഏറെ പ്രിയങ്കരനായ നമ്മുടെ ആന്റണി ബ്രദർ, നമ്മുടെ ചാക്കോച്ചൻ വേണ്ടി, ഫ്രാൻസിസ് പിയർ, സന്തോഷ്, അതുപോലെ 81, 82 ബി ഡിവിഷനിലെ എൻ്റെ ഏറ്റവും പ്രിയങ്കരായ സുഹൃത്തുക്കളെ, അവരുടെ കുടുംബിനികളെ, അതുപോലെ നമ്മുടെ കുര്യാക്കോസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബം, മറ്റ് എല്ലാ സുഹൃത്തുക്കളെ, ഞാനേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാരണം 43 വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഒരു കുടുംബ സംഗമവും അതുപോലെ തന്നെ ഒരു സൗഹൃദ കൂട്ടായ്മയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറെ സന്തോഷകരമായ കാര്യം. നമ്മുടെ ടോം ജോസ് തന്നെയാണ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തതും. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ടോമ് എൻ്റെ സ്ഥാപനത്തിൽ വന്നിരുന്നു. നമുക്ക് ഇങ്ങനെ SSLC ബാച്ച് എല്ലായിടത്തും റീയൂണിയൻ ഒക്കെ ഉണ്ട്, നമുക്ക് എന്തുകൊണ്ട് നമുക്കിതിങ്ങനെ ഒന്ന് കൂടാം എന്ന് ആലോചിച്ചുകൂടാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും ടോമും ഇതിനെപ്പറ്റി വർഷങ്ങൾക്ക് മുമ്പേ സംസാരിച്ചതാണ്. അതിനുശേഷം ഫ്രാൻസിസാണ് ഇത് പറഞ്ഞതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ടോമും ഞാനും അതിലാണ്ടായി. അതിനുശേഷം ഇതിന് ഒരു സ്തംഭനാവസ്ഥയായിരുന്നു സത്യത്തിൽ. നമ്മൾ ഈ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ ഇതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ മാതിരി ഞാനും ടോമും ഫ്രാൻസിസും കുറേ നാൾ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. യാതൊരു രീതിയിൽ ഇത് മുന്നോട്ട് പോകാത്ത സാഹചര്യം വന്ന സമയത്താണ് നമുക്ക് അനുഗ്രഹം പോലെ നമ്മുടെ അദ്വൈതാനന്ദ തീർത്ഥസ്വാമി ഇതിൽ ആടായത്. പിന്നീട് അങ്ങോട്ട് സ്വാമിജിയുടെ നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. അതിൽ ആദ്യമേ തന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചെന്ന് അതിൻ്റെ രജിസ്റ്റർ തപ്പിയെടുത്ത് നമ്മുടെ 82 ബാച്ചിൻ്റെ ആളുകളെ ഒന്ന് സംഘടിപ്പിക്കാനായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി. ഞാനുണ്ടായിരുന്നു, ഫ്രാൻസിസ് ഉണ്ടായിരുന്നു. ഫ്രാൻസിസിൻ്റെ മകള് അതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. നമ്മൾ ഉദ്ദേശമാതിരി പെട്ടെന്ന് ആ രജിസ്റ്ററിൽ നിന്ന് നമ്മുടെ പേര് ബി ബാച്ചിൻ്റെ കിട്ടില്ലായിരുന്നു. കാരണം പേര് മൊത്തം എല്ലാ ഡിവിഷനും കൂടി മിക്സായിട്ട് കിടന്നിരുന്നത്. നമ്മുടെ ബാച്ചിൻ്റെ ആളുടെ പേര് വരുമ്പോൾ അതിൻ്റെ അറ്റത്ത് ബി എന്ന് പെൻസിലിൽ എഴുതി വെച്ചേക്കാണ്. ഒരു 4 റൗണ്ടെങ്കിലും ഞങ്ങൾ ചെക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് 43 അംഗങ്ങളെ ഇതിൽ ലിസ്റ്റ് കിട്ടിയത്. ആ ലിസ്റ്റ് പ്രകാരം നമ്മൾ ഓരോരുത്തരെ വിളിച്ചു, ഓരോരുത്തരെ കണ്ടു, വീടുകളിൽ പോയി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് 4 പേര് നമ്മളിൽ നിന്നും മരണം വഴി വേർപിരിഞ്ഞു പോയ കാര്യം അറിയുന്നു പറഞ്ഞാൽ, ഒന്ന് ബെസേലിയോസിന്റെ കാര്യം നമുക്ക് അങ്ങനെ പെട്ടെന്ന് അറിയില്ലായിരുന്നു. ബാക്കി 3 പേരും ഞാൻ സ്ഥിരം കാണുന്നതാണ്. അതിൽ കുര്യാക്കോസിന്റെ ഭാര്യയും കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ വന്നതിൽ. കാരണം മറ്റ് 3 പേരെയും നമ്മൾ ക്ഷണിച്ചിരുന്നു, പക്ഷെ അവരുടെ വന്നിട്ടില്ല. ബെസേലിയോസ് ആണ് നമ്മളിൽ നിന്നും ആദ്യം വേർപിരിഞ്ഞു പോയത്. ഏകദേശം ഒരു 12 വർഷങ്ങൾക്ക് മുമ്പാണ് ബെസേലിയോസ് വിവാഹം കഴിഞ്ഞതിന് ശേഷം ആഴത്താണ് അവിടെ തറവാട് വീടായിരുന്നത്. ആഴത്ത് നിന്ന് പട്ടിമറ്റം ഭാഗത്തേക്ക് അവിടെ സ്ഥലം മേടിച്ച് വീട് പണിത് അവിടെ താമസമാക്കി. അതുകൊണ്ടാണ് ബെസേലിയോസിനെ പിന്നെ നമുക്ക് ഇവിടെ കാണാൻ കിട്ടാതിരുന്നത്. ബെസേലിയോസിന് 2 മക്കളുണ്ട്. മകളുടെ കല്യാണം കഴിഞ്ഞു. അതിനിടയ്ക്കാണ് ആള് മരിച്ചത്. ആക്സിഡന്റ് ആയിട്ടാണ്. ടിപ്പർ ഓടിക്കുന്ന ആളായിരുന്നു. ടിപ്പർ ഓടിച്ചുകൊണ്ടിരിക്കെ ആൾക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു. അങ്ങനെയാണ് മരിച്ചത്. ഞാൻ അവരുടെ ഭാര്യയും മകനെയും വിളിച്ചു, പ്രത്യേകം ക്ഷണിച്ചിരുന്നു. അവർ എത്താമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷമാണ് നമ്മുടെ കുര്യാക്കോസ് മരിച്ചത്. കുര്യാക്കോസ് മരിച്ചിട്ട് 4-5 വർഷമായി കാണും. അതിനുശേഷമാണ് റോയി മരിച്ചത്. അതിനുശേഷമാണ് ചെറിയാച്ചൻ മരിച്ചത്. ചെറിയാച്ചൻ മരിച്ചിട്ട് ഏകദേശം ഒരു 2 മാസം ആയിട്ടുള്ളൂ. പക്ഷേ ഈ ലിസ്റ്റ് എടുക്കുമ്പോൾ ചെറിയാച്ചൻ നമ്മുടെ ബി ഡിവിഷനിലാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അല്ലെങ്കിൽ ആ ചടങ്ങുകളിലൊക്കെ നമ്മൾ പോകേണ്ടതായിരുന്നു, പങ്കെടുക്കേണ്ട കൂടിയായിരുന്നു. എന്തായാലും ഈ 4 പേരെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യം ഈ യോഗം തുടങ്ങിയത് തന്നെ. പിന്നെ എനിക്ക് ആരോഗ്യപ്രദമായി മാത്രം
പിന്നെ കണ്ടില്ല. ബാക്കി ഒരുവിധം എല്ലാവരും എന്റെ ക്യാമറയിൽ പതിഞ്ഞേക്കണം, ഞാൻ കാണാനുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എനിക്കത്ര ഇത് പറഞ്ഞ ബുദ്ധിമുട്ടൊന്നുമല്ലായിരുന്നു. ഒന്ന് എന്റെ സുഹൃത്തുക്കളെ നല്ല ഈ ഫോട്ടോഗ്രാഫി മേഖലയിൽ തന്നെ 21 അംഗങ്ങളെ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവരുടെ കുടുംബാംഗങ്ങളും പലരും വരാമെന്ന് പറഞ്ഞ ചിലർ വന്നിട്ടില്ല. പക്ഷെ വരില്ലാന്ന് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ പലരും എത്തിയിട്ടുണ്ട്. അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടും ഈ സൗഹൃദ കൂട്ടായ്മയോടുള്ള സ്നേഹം കൊണ്ടും എത്തിയവരാണ്. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ നമ്മൾ ഈ 4 പേരുടെ അനുസരണം പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് അധ്യാപകരുണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകരിൽ പലരും ഇന്നില്ല. ഈ പിന്നെ ഒരു 3-4 അധ്യാപകർ നമ്മുടെ ചുറ്റടുത്തുണ്ട്. ഇവരെല്ലാവരും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവരെല്ലാവരും കാണാറുണ്ട്, ഇഷ്ടമുള്ളവരെ. പിന്നെ ഈ നമ്മുടെ 82 ബാച്ച് കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രി കഴിഞ്ഞതോടുകൂടി ഞാൻ ഈ സ്ഥാപനം തുടങ്ങി. എൻ്റെ സ്ഥാപനം തുടങ്ങി. അതിനുശേഷം ഈ അധ്യാപകരുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അധ്യാപകർ ഒരുമിച്ച് ചേസ് പറയാനുള്ള യോഗം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനതൊരു സാമ്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അത് പറയുന്നത്. ഒട്ടുമിക്ക അധ്യാപകരായിട്ടും അങ്ങനെ ഉള്ള ഒരു ബന്ധവും കാര്യങ്ങൾ ഞാനിപ്പം ഓർക്കുന്നത്. നമ്മുടെ ഒരു അൽഫോൺസ് സാറുണ്ടായിരുന്നു, PP അൽഫോൺസ് സാറ്. അദ്ദേഹം അയ്മുറി ഭാഗത്താണ് താമസിക്കുന്നത്. എൻ്റെ ഒരു കസിനാണ്, പുള്ളിയുടെ ഒരു കസിൻ കിട്ടിയത്. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ അദ്ദേഹത്തെ കാണും. ഇഞ്ചിക്ക് വർക്കി സാറ് കാണും. ജോർജ് സാറുണ്ട് ഇപ്പോഴും കോക്കുന്നിൽ. അങ്ങനെ കുറച്ച് പേരാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചറായിരുന്നത് PG തോമസ് സാറായിരുന്നു. PG തോമസ് സാർ മരിച്ചുപോയി. PG ആന്റണി സാറുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അതൊരു ഫ്രാൻസിസ് സാർ അങ്കമാലിയിൽ നിന്ന് വന്ന ഫ്രാൻസിസ് സാർ ഉണ്ടായിരുന്നു. MT വർഗീസ് സാർ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അങ്ങനെ കുറച്ച് പേര് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഓർക്കുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ ഈ അധ്യാപകരെ കണ്ടുകൊണ്ടിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അധ്യാപകരെ 3 തലത്തിലാണ് ഞാൻ അധ്യാപകരെ കണ്ടുകൊണ്ടിരുന്നത്. ഒന്ന്, നമ്മൾ ഭയങ്കര പേടിയോടുകൂടി കാണും. 2, നമ്മളൊരു ബഹുമാനത്തോടു കൂടി ഒരു പേടിയോടുകൂടി കാണും. 2, ഇഷ്ടമില്ലാത്തതുകൊണ്ട് പേടിയോടുകൂടി തന്നെ കാണും. അങ്ങനെ 3 തലത്തിൽ അധ്യാപകരെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത് MA ആന്റണി സാറ് നമ്മുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഏതെങ്കിലും കാരണവശാൽ ക്ലാസ്സിൽ നിന്ന് പുറത്ത് വരാന്തയിൽ നിന്ന MA ആന്റണി സാറിന്റെ അടി ഉറപ്പാണ്. കാരണം അദ്ദേഹം ചുവറിൽ കൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും അതിലെ വരാന്തയിൽ ചുറ്റി കിടക്കുന്നത്. അങ്ങനെ അടി കിട്ടാത്തവർ വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഈ സ്കൂളിലെ ഒരു പ്രോഗ്രാം ചെന്നിട്ട് ഈ അസംബ്ലി കൂടാനായിട്ട് പിള്ളേരൊക്കെ നിരത്തി നിൽക്കുമല്ലോ. അപ്പൊ ഒരു പുതിയ അധ്യാപകൻ വന്നിട്ടുണ്ട് അവിടെ. ഈ പുതിയ അധ്യാപകൻ പിള്ളേരോട് എല്ലാവരോടും ഇങ്ങനെ നിരയായിട്ട് നിൽക്കാൻ പറയാണ്. എല്ലാ പിള്ളേരോടും നിരയായിട്ട് നിൽക്കാൻ പറഞ്ഞപ്പോ അതിലൊരു ബിരുദൻ പറയാണ്, സാറേ ലൈനായിട്ട് നിൽക്കാനാ പറയുന്നത്. അപ്പൊ സാറേ എനിക്ക് ലൈനില്ലാന്ന്. ഇന്നത്തെ പിള്ളേര് പറഞ്ഞ ആ ഒരു സ്റ്റൈലാണ്. അന്നൊക്കെ നമ്മളങ്ങനെ പറഞ്ഞ ഒരാഴ്ച സ്കൂളിൽ നിന്ന് പുറത്താണ്. ഇന്ന് പിള്ളേര് അധ്യാപകരും കൂടി തോളിൽ കൈയിട്ട് ഹായ് ബ്രോ എന്നൊക്കെയാണ് അധ്യാപകരെ വിളിക്കുന്നത്. അന്നൊക്കെ നമ്മൾ നേരെ അധ്യാപകം പറയാൻ നമ്മുടെ കണക്കാർ ഇങ്ങോട്ട് മാറിപ്പോകും. ഇപ്പൊ അങ്ങനെയല്ല, തോളിൽ കൈയിട്ട് ഹായ് ബ്രോ, അങ്ങനെയൊക്കെയാണ് അധ്യാപകരും പിള്ളേരും. അത്രയ്ക്ക് മാറ്റം വന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് IQ കൂടുതലാണ്. നമ്മൾ പഠിക്കുമ്പോൾ 210 മാർക്കിൽ 2 മാർക്ക് 3 മാർക്ക് കൂടുതൽ കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഇന്ന് എല്ലാ പിള്ളേർക്കും A+. അത്രയ്ക്ക് മാറ്റം ആ കാലഘട്ടം ഇന്നുകൂടെ ഉണ്ട്. അത് സാഹചര്യം നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ്, നമ്മളത് ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ കുടുംബിനികൾ എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരോടും കൂടി ഒരു അഭിപ്രായം പറയാനുള്ളത്, ഞങ്ങളന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൺപിള്ളേർ മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ കേട്ടാ. അതുകൊണ്ട് ഇനിയൊരു മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ നിർബന്ധിച്ച് തന്നെ വിടാം, പേടിക്കില്ല. കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ കാണുന്ന ഒരു റീയൂണിയന് പോയിട്ട് പഴയ ആളുകൾ തമ്മിൽ ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ ഒന്നും പേടിക്കില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് മീറ്റിംഗ് വരെ പറഞ്ഞുകൊള്ളാം. കാരണം ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ ഇനിയുള്ള മീറ്റിങ്ങിലൊക്കെ എല്ലാവരും പറഞ്ഞു വരണം. അതുപോലെ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അത് മീറ്റിംഗിന് ശേഷം എല്ലാ അംഗങ്ങളും കുടുംബമായിട്ട് വന്ന് എല്ലാവരും പരിചയപ്പെടണം. എന്താണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്നുള്ളതും കൂടി നമുക്ക് ഇന്നിവിടെ പറയാം. അതുപോലെ ബിസിനസ്സിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവരുടെ എന്തെങ്കിലും വിസിറ്റിംഗ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം.
ഇത് ഒരു ഔദ്യോഗിക മീറ്റിങ്ങോ അങ്ങനെയൊന്നും ആക്കാൻ കാണുന്നുണ്ടാകും. നമ്മുടെ ഒരു സൗഹൃദ കൂട്ടായ്മയായിട്ട് കണ്ടാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിവിടെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സെൽഫി പോയിന്റ് ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഫാമിലി ആയിട്ടും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് എല്ലാവരും ഒരുമിച്ച്. അത് കഴിഞ്ഞ് നമ്മളെ ക്ലാസ്സിലെ അംഗങ്ങൾ മാത്രമായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. അപ്പൊ അതെല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്കിവിടെ ഭക്ഷണമുണ്ട്. ഭക്ഷണത്തിന് ശേഷം ഭക്ഷണത്തോടൊപ്പം തന്നെ കരാക്കെ ഗാനമേളയ്ക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ആസ്വദിക്കണം. നമ്മൾ സ്വാമിജി പറഞ്ഞ ഒരു ഇതാണ്, നമ്മുടെ കണക്കും റിപ്പോർട്ടും എല്ലാം അടുത്ത മീറ്റിങ്ങിൽ നമ്മൾ അവതരിപ്പിക്കും. അതിന് ഓണൊക്കെ നമ്മൾ ഡേറ്റ് തീരുമാനിക്കും. ആ ഡേറ്റിൽ നമ്മളിപ്പോൾ എല്ലാവരുടെയും വാട്സാപ്പ് നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ വാട്സാപ്പിൽ നമ്മളെല്ലാം ഗൈഡ് ചെയ്യും. അതുപോലെ എക്സിക്യൂട്ടീവ് കൂടിയിട്ട് നമ്മുടെ കണക്കും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യം, നമ്മളിവിടെ ഒരു മെമൻറ്റോ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. മെമൻറ്റോ ഇവിടെ വയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിലൊന്ന് നമ്മുടെ സന്യാസ ജീവിതത്തിലേക്ക് വന്ന അദ്വൈതാനന്ദ തീർത്ഥ സ്വാമികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. സ്വാമി ഇന്ന് പനിയായിപ്പോയി. ഇന്നലെ തുടങ്ങിയ ആൾക്ക് പനിയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെയാണ് എനിക്ക് മെസ്സേജ് വിട്ട് എത്താൻ പറ്റില്ല എന്ന്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് വാട്സാപ്പിൽ ഇടുന്നുണ്ട്. അതൊരു മെസ്സേജായിട്ട് നമുക്ക് ഇതിന് ശേഷം കേൾക്കാം. രണ്ടാമത് നമ്മുടെ സന്യാസി ജീവിതത്തിലേക്ക് വന്ന മലബാർ മിഷണറി സഭ ബ്രദേഴ്സ്, അതിൻ്റെ ആന്റണിപുരത്തിനുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സന്യാസി ജീവിതത്തിന് നമ്മുടെ ഒരു ഉപകാരമായിട്ടാണ് അത് കരുതിയിരിക്കുന്നത്. മൂന്നാമത് വെച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ചാക്കോച്ചൻ വീട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചാക്കോച്ചൻ വീട്ടി നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് മാത്രമല്ല, അന്നത്തെ 82 ബാച്ചിലെ സ്കൂളിലെ ടോപ്പറാണ്. ചാക്കോച്ചനെ പറ്റി എനിക്ക് രണ്ടു പേർക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കൂടുതൽ ബന്ധം ഞാനും ചാക്കോച്ചനായിട്ട് ഉണ്ട്. അത് എനിക്ക് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇത് കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ചാക്കോച്ചന്റെ ചേട്ടനും എൻ്റെ ചേട്ടനും ഒരുമിച്ച് പഠിച്ചതാണ്. ഞാനും ചാക്കോച്ചനും ഒരുമിച്ച് പഠിച്ചു. എൻ്റെ മോനും ചാക്കോച്ചൻ്റെ മോനും ഒരുമിച്ച് പഠിച്ചു. അപ്പൊ അതുകൊണ്ട് വിശ്വവിദ്യ സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങി ചാക്കോച്ചനെയും ഭാര്യനെയും ഞങ്ങൾക്ക് അവിടെ വെച്ച് മീറ്റിങ്ങിലൊക്കെ കാണാം. അന്നേ തുടങ്ങി ചാക്കോച്ചനായിട്ടുള്ള അടുപ്പം ബന്ധമുണ്ട്. ചാക്കോച്ചൻ കുറേ ആൾ വിദേശത്തായിരുന്നു. ഇവിടെ പറഞ്ഞ നിലയിൽ വിദേശത്തായിരുന്നു. LIC കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലിയൊക്കെ ആയിട്ട് ചാക്കോച്ചനെ ഈ ഏറ്റവും ടോപ്പർ എന്ന നിലയ്ക്ക് ആദരിക്കുന്നുണ്ട്. അതിനുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളാണ് ചാക്കോച്ചനോടുള്ളത്. എനിക്ക് ഇടയ്ക്ക് ഇപ്പൊ ടോം പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതെല്ലാം മെമ്മറിയിൽ നിന്ന് ഓർത്തുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആശയങ്ങൾ വന്നാൽ ഞാനത് പറഞ്ഞോളാം. ഇവിടെ വന്ന എല്ലാവരോടുള്ള സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ഈ 81, 82 കുടുംബ സംഗമവും ഓണാഘോഷവും ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുര്യാക്കോസിന്റെ കുടുംബാംഗങ്ങള്, മക്കള്, കുഞ്ഞുമക്കള് എല്ലാവർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. കാരണം ഈ നിമിഷം ദൈവത്തിന്റെ പ്രത്യേക കൃപാവരത്താലാണ് നമുക്ക് ഇവിടെ ആയിരിക്കുക. നമുക്ക് ദൈവത്തിന്റെ കൃപയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ഥലത്തും പ്രസന്റ് ആവാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ ആശംസ പറയണമെന്ന് പറഞ്ഞ് ഞാൻ എന്താണ് ആശംസ പറയുന്നത്? നമ്മളെല്ലാവരും സഹപാഠികള്, സഹധർമ്മിണി, അവരുടെ സഹധർമ്മിണികള്. അപ്പൊ ആശംസ പറയാനായിട്ടൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും ഈ 1981, 82 വർഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിന്റെ പ്രവചനാത്മകമായ ഓരോ നിമിഷങ്ങളാണ് നമ്മൾ കടന്നുപോയത്. തീർച്ചയായിട്ടും നമ്മളന്നായിരുന്ന നിഷ്കളങ്കതയും ഒക്കെ കളഞ്ഞു. വീണ്ടും ഒരു പക്വതയിലേക്ക് കടന്നു വന്നു. ആ പക്വതയിൽ നിന്നും വീണ്ടും ഒരു വീണ്ടും ശിശുവായി തീരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും. സുവിശേഷങ്ങളിലുള്ള ഒരു വാക്ക് പറയുന്നുണ്ട്. ഒരു ലൂക്കായുടെ സുവിശേഷത്തില് 15-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ലാസറിന്റെയും ധനവാന്റെയും ഒരു ഉപമ പറയുന്നുണ്ട്. അപ്പോൾ ദൈവം ലാസറിന് രണ്ടുപേരും മരിക്കുന്നു. ലാസറും മരിച്ചു, ധനവാൻ മരിച്ചു. ലാസറ് അബ്രാഹത്തിന്റെ മടിയിൽ ഉപവിഷ്ടനായി. അതിനുശേഷം ധനവാൻ മരിച്ചു, നരകത്തിലായി എന്നാണ് പറയുന്നത്. അപ്പോൾ നരകത്തിലായ ധനവാന് കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ലാസറ് അബ്രാഹത്തിന്റെ മടിയിലിരിക്കുന്ന അവന് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ
ഏതായാലും നരകത്തിൽ വന്നു. എന്നാൽ എൻ്റെ സഹപാഠികളും എൻ്റെ ബന്ധുമിത്രാദികളും ഒക്കെ നല്ല സ്ഥലത്ത് എത്തിച്ചേരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പിതാവായ അബ്രാഹത്തോട് പറയുന്നുണ്ട്, അബ്രാഹമേ, എൻ്റെ സഹോദരങ്ങൾ അവിടെയുണ്ട്, അവരെ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ഒന്ന് അവര് ലാസറിനെ അത് അയക്കണമേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിതാവായ അബ്രാഹം പറയുന്നത് ഇതാണ്, നമുക്കും ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയ്ക്ക് വലിയൊരു ഗർത്തമുണ്ട്. അതെ, തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളുടെ ജീവിതത്തിൽ 82 കഴിഞ്ഞതിന് ശേഷം ഇന്ന് 2025 കടന്നിരിക്കുന്നത് വലിയൊരു ഗർത്തത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഒത്തിരിയേറെ വ്യത്യാസങ്ങളും ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതിനേക്കാളൊക്കെ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് കടന്നു പോയിരിക്കുന്നത് സാർ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കുടുംബത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൻ്റെതായ വേദനകൾ, സഹനങ്ങളൊക്കെ ഒത്തിരിയേറെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒറ്റയ്ക്കാണ് സഹിക്കേണ്ടതുള്ളൂ. എന്തെങ്കിലും സഹനമില്ല എന്നല്ല പറയുന്നത്, പക്ഷേ സഹിക്കേണ്ടത് ഒറ്റയ്ക്ക് മാത്രമാണ്. അത് ഞങ്ങൾ തന്നെ സഹിച്ചേ പറ്റൂ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബങ്ങളുണ്ട്, നിങ്ങളുടെ മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ഇവരെയൊക്കെയും ആ സകല ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളിൽ നിന്നും കടന്നുപോയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തപ്പെട്ട ആ 4 സഹോദരങ്ങള് ദൈവം കരിഞ്ഞ് അദ്ദേഹം അവരൊക്കെ ഓരോരുത്തരും സ്വർഗത്തിലും ദൈവത്തിന്റെ വലതുഭാഗത്തായിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാം, നമ്മളുടെ ജീവിതകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ചില പാപകർമ്മങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ടാവും. അത് മെത്രാനായാലും മാർപ്പാപ്പയായാലും ഏതൊരു സ്വാമിയായാലും ജീവിതം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ എല്ലാം നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളുടെ ഏതെങ്കിലുമൊക്കെ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. തീർച്ചയായിട്ടും ആ പോരായ്മകളെല്ലാം ദൈവം ക്ഷമിച്ച് അവരെ സ്വർഗഭാഗ്യത്തിലേക്ക് ആക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ അവസരങ്ങളിലൊക്കെ. എനിക്കറിയില്ലായിരുന്നു ഇവർ 4 പേരും മരിച്ചുപോയി. ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഇവരൊക്കെയും ജീവിച്ചിരിക്കുന്നവരാണ്. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഞാനൊക്കെ ആയിരിക്കും ആദ്യം മരിക്കും. തോന്നുന്നത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും പ്രായം എനിക്ക് തന്നെയായിരിക്കണം. കാരണം ഞാൻ ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ ചേർക്കാൻ പറ്റിയത്. എനിക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെയായിരിക്കണം പ്രായത്തിന്റെ മാസത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഞാനായിരിക്കും നേരത്തെ പോകേണ്ടവൻ. പക്ഷെ ദൈവത്തിന്റെ കൃപ നമ്മെ ഇവിടെ എത്തിച്ചു. തീർച്ചയായിട്ടും ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ കൂട്ടായ്മയിലേക്ക്, എന്റെ കുടുംബ കൂട്ടായ്മ എന്ന് ഞാൻ പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് കുടുംബം ഒത്തിരിയേറെ വിശാലമാണ്. ഒത്തിരിയേറെ മക്കളിലൂടെ കടന്നു പോകുന്നവരാണ് ഞാനത്. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ എല്ലാ സഹപാഠികൾക്കും സഹപാഠികളുടെ ബന്ധുജനങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പനി ബാധിച്ചതിനാൽ എത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരാൻ സാഹചര്യമായത്. നേരിട്ട് വന്ന് പങ്കെടുക്കാൻ കഴിയാതെ വന്നതിൽ എല്ലാവരും സദയം ക്ഷമിച്ചാലും. നമ്മളുടെ ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷ പദമലങ്കരിക്കുന്ന ശ്രീമാൻ ടോം, ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീമാൻ പീറ്റർ, നമ്മളുടെ ഈ ചടങ്ങിന് അനുഗ്രഹീതമായ ദൈവിക സാന്നിധ്യം പകരുന്ന റവറൻ ബ്രദർ, അഭിവന്ദനായ റവറൻ ബ്രദർ ആന്റണി, ഈ ചടങ്ങിലെ ഓണ സന്ദേശം നൽകുന്ന ശ്രീമാൻ ചാക്കോച്ചൻ, ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ശ്രീമാൻ ഫ്രാൻസിസ്, ട്രഷറർ ശ്രീമാൻ സന്തോഷ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി
വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ അന്തരിച്ചുപോയ, നമ്മിൽ നിന്നും വിട്ടുപോയ സ്നേഹനിധികളായ സഹപാഠികൾക്കും അഭിവന്ദ്യരായ ഗുരുജനങ്ങൾക്കും നിത്യമായ ശാന്തി ഏകണമേ എന്ന് ഈശ്വരനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് ഇവിടെ 4 ദശകങ്ങൾക്ക് ശേഷം നമ്മളുടെ ഒരുമിച്ച് പഠിച്ചിരുന്ന സഹപാഠികൾ ഒത്തുചേരുന്നൊരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിന് നമ്മുടെ ജീവിതവുമായിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്, നമ്മൾ കാണാത്തൊരു ബന്ധം. നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മളെല്ലാവരും വാർദ്ധക്യത്തിൻ്റെ പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. ഇനി ജീവിതത്തിൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ അവസ്ഥ ഉറപ്പുവരുത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതിൽ നിർണായകമായൊരു പങ്ക് ഈ ഒത്തുചേരലിനുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യവുമായിട്ട് ഈ ഒത്തുചേരലിന് എന്താണ് ബന്ധം? നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. 1 ഐ തോട്ട്, വ്യക്തി. 2 ബോധമനസ്സ്. 3 ഉപബോധ മനസ്സ്. ഇവ 3മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്താലാണ് സുഖവും ദുഃഖവും ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നതെന്ന് മാത്രമല്ല, സൈക്കോസൊമാറ്റിക് ഡിസീസും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും ഒക്കെ വരുന്നത് ഇവ 3മായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്നുമാണ്. ഇവ 3മായിട്ടുള്ള പ്രവർത്തനം ആരോഗ്യകരമാണെങ്കിൽ ജീവിതം എപ്പോഴും ശാന്തിയും സന്തോഷവും നിറഞ്ഞതായിരിക്കും. ഇവ 3മായിട്ടുള്ള പ്രവർത്തനം നേരാവണ്ണം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ശാന്തിയും സന്തോഷവും ഇല്ലാതാക്കുന്നു മാത്രമല്ല, ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളും വന്നു ചേരും. സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ഇപ്പം ക്യാൻസറും ഹൃദ്രോഗവും രക്തസമ്മർദ്ദവും സ്ട്രോക്കും ഒക്കെ ഇതിൽ വരുന്നതാണ്. അപ്പം അതിലെ ചിന്തയിൽ വരുന്ന വ്യക്തി, നമ്മുടെ വ്യക്തിബോധം, നമ്മുടെ വ്യക്തി ഉണ്ട്, ബോധ മനസ്സുണ്ട്. ഈ ബോധ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ്. ഐ തോട്ടല്ല, വ്യക്തിയല്ല. നമ്മുടെ മനസ്സിൽ സന്തോഷമാണോ, എന്ത് ചിന്തയാണ് വരേണ്ടത്, എന്ത് വികാരമാണ് വരേണ്ടത്, ഇത് തീരുമാനിക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഞാനല്ല, ഉപബോധ മനസ്സാണ്. ഇപ്പം ജീവിതത്തിന് ഏറ്റവും നിർണായകമായി സ്വാധീനിക്കുന്ന ഒന്നാണ് ഉപബോധ മനസ്സ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ശാന്തമായി നിൽക്കാനും ഉപബോധ മനസ്സ് നേരാവണ്ണമാണെങ്കിൽ നമുക്ക് സാധിക്കും. എത്ര അനുകൂല സാഹചര്യത്തിലും ഉപബോധ മനസ്സ് ശരിയല്ലാത്ത ഒരാൾ വളരെ വിഷമിച്ചായിരിക്കും ഇരിക്കുക. ഉപബോധ മനസ്സിന് അത്ര കണ്ട് പ്രാധാന്യമുണ്ട്. ഈ ഉപബോധ മനസ്സിൽ നിക്ഷേപം നടക്കുന്നത് ഏറ്റവും കൂടുതൽ ബാല്യകാലത്താണ്. ഉപബോധ മനസ്സ് രൂപപ്പെടുന്നത് ബാല്യകാലത്താണ്. ഉപബോധ മനസ്സ് അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ രൂപരേഖ വീഴുന്നത് ബാല്യകാലത്താണ്. ആ ബാല്യകാലത്ത് നമ്മളുടെ മനസ്സിൽ ആ ബാല്യകാലത്ത് ഒന്നാമതുള്ളത് മാതാവാണ്, രണ്ടാമത് പിതാവ്, പിന്നെ സഹോദരങ്ങൾ. മാതാപിതാക്കളും സഹോദരങ്ങളും കഴിഞ്ഞാൽ നമ്മളുടെ ബാല്യകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്ത് ഉപബോധ മനസ്സിലാക്കി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് നമ്മളുടെ ബാല്യകാല സഹപാഠികൾ. അതുകൊണ്ട് തന്നെ ഉപബോധ മനസ്സിൽ മാതാവിനും പിതാവിനും സഹോദരങ്ങളും കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീനത ഉള്ളവരാണ് ബാല്യകാല സഹപാഠികൾ. അതുകൊണ്ട് തന്നെ ബാല്യകാല സഹപാഠികളുമായിട്ടുള്ള ആശയവിനിമയം എന്നുള്ളത് ലോകത്ത് മറ്റാരുമായിട്ടുള്ള ആശയവിനിമയം പോലെയല്ല. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് വാർദ്ധക്യ ദശയിൽ, വിശേഷിച്ച് കേരളത്തിൽ
ഉള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒറ്റപ്പെടലാണ്, ഏകാന്തതയാണ്. കാരണം യുവജനതയുടെ പ്രവാസ ജീവിതം, യുവാക്കളൊക്കെ വിദേശത്തേക്ക് പോകണം. അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്താ സംഭവിക്കണേ? ഗുരുതരമായ പ്രശ്നങ്ങൾ ഇവിടെ നമുക്കുണ്ടാവുന്നുണ്ട്. അതിന് വലിയൊരു പരിഹാരമാണ് ബാല്യകാല സുഹൃത്തുക്കളുടെ ഈ സമാഗമവും തുടർന്ന് ഈ ബന്ധം നിലനിർത്തലും. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ബാല്യകാല സുഹൃത്തുക്കളുടെ സമാഗമത്തിൻ്റെ നമ്മളുടെ ജീവിതത്തിന് ശിഷ്ട ജീവിതത്തിലെ ആരോഗ്യകരമായ അവസ്ഥയും ആയിട്ട് ബന്ധമുണ്ട്. അതെങ്ങനെയാണ് എന്ന് വ്യക്തമാക്കാം. ഈ ഏകാന്തതയും ഒറ്റപ്പെടലും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡിപ്രഷനുള്ള വൃദ്ധജനങ്ങൾ താമസിക്കുന്ന സ്ഥലമായിട്ട് കേരളത്തെ മാറ്റിയേക്കാണ്. അതിന് കാരണം യുവജനതയുടെ പ്രവാസം ഒരു ഘടകമാണ്. ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിലൊരു ഘടകം അതാണ്. എന്താണെങ്കിലും ഈ ഏകാന്തതയ്ക്കും ഈ ഒറ്റപ്പെടലിൻ്റെയും പരിണിത ഫലമായിട്ടുണ്ടാവുന്ന ഡിപ്രഷൻ, ആ ഡിപ്രഷനെ തുടർന്നുണ്ടാവുന്ന ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തിൽ ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തിക അടിത്തറയും ജീവിതത്തിൻ്റെ സ്വസ്ഥതയും തകർത്തെറിയുകയാണ്. ഇന്ന് നമ്മളുടെ ഓരോ വാർഡിലും മാറാരോഗ്യങ്ങളായിട്ടുള്ള വൃദ്ധന്മാർ, പണ്ട് കാലത്ത് ഇത്ര ഉണ്ടായിരുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനസ്സിന് വരുന്ന ഒറ്റപ്പെടൽ കൊണ്ട്, ഏകാന്തത കൊണ്ടുണ്ടാവുന്ന വേദനയാണ്. ആ വേദനയ്ക്ക് പരിഹാരം നൽകാൻ വഴികൂടി പോണ ഒരാൾക്ക് കഴിയില്ല. വഴികൂടി പോണ ആൾ നമ്മളോട് സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെയോ വേദന മാറില്ല. അതേസമയം നമ്മളുടെ അമ്മ സംസാരിച്ചു, അച്ഛൻ സംസാരിച്ചു, വലിയ ആശ്വാസമായിരിക്കും. സഹോദരൻ സംസാരിച്ചു, ആശ്വാസമായിരിക്കും. എന്തുകൊണ്ടാണത്? റോട്ടിൽ കൂടി പോണ ആൾ നമ്മുടെ ഉപബോധം മനസ്സിലില്ല, വഴിപോക്കൻ മനസ്സിലില്ല. പക്ഷേ അച്ഛനും അമ്മയും സഹോദരങ്ങളും മനസ്സിലുണ്ട്. അവരുമായി ആശയവിനിമയം ചെയ്യുമ്പോൾ മനസ്സിൻ്റെ വേദനകളൊക്കെ മാറി നമുക്ക് വളരെയധികം ശാന്തിയും സമാധാനവും അനുഭവപ്പെടും. അതുപോലെ ഉപബോധ മനസ്സിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും കഴിഞ്ഞാൽ പിന്നെയുള്ള ബാല്യകാല സുഹൃത്തുക്കളുമായിട്ടുള്ള ആശയവിനിമയം മനസ്സിൻ്റെ വേദനകൾ അകറ്റുന്നതിനും വാർദ്ധക്യ ദശയിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നതാണ് എന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ആർക്കും മനസ്സിലാവും. മനഃശാസ്ത്രവും അതുതന്നെ പറയുന്നു. മനഃശാസ്ത്രം പറയുന്നത് ബാല്യകാലത്ത് മനസ്സിൽ കയറിപ്പറ്റിയ വ്യക്തികളുമായിട്ടുള്ള ആശയവിനിമയം അത് അങ്ങേയറ്റം റിലാക്സേഷൻ നൽകുന്നതാണെന്നാണ്. റിലാക്സേഷൻ ഇല്ലായ്മയാണ് വാർദ്ധക്യ ദശയിൽ ഇത്രയും ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ബാല്യകാല സമാഗമത്തിൻ്റെ വില വളരെ വലുതാണ്. വിശദമായി നമുക്ക് ഇനിയും ഇത് സംസാരിക്കാം. തൽക്കാലം ഇനിയും നമുക്ക് ചടങ്ങുകൾ നടക്കേണ്ടതുള്ളതുകൊണ്ടിട്ടും പനി ബാധിതനായിരിക്കുന്നത് കൊണ്ടിട്ടും ഞാനത് നീട്ടുന്നില്ല. ഈ ബാല്യകാല സമാഗമം ഇന്ന് ഇവിടെ നിർത്തരുത്. ഇതിൻ്റെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ഇനി അടുത്ത വർഷം കാണുക എന്നുള്ളതല്ല, ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചൊക്കെ ഒരുമിച്ച് കൂടുന്നതിനുള്ള കാര്യങ്ങൾ ചിന്തിക്കാവുന്നതാണ്. നിങ്ങൾ ഇന്ന് തന്നെയും വന്നിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് കുറച്ച് പേർ കൂടിയിരുന്നപ്പോൾ ജോർജ് വന്നിട്ട്, ഇന്ന് പ്രാർത്ഥന നടത്തുന്ന നമ്മുടെ ജോർജ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നമുക്ക് ഒരുമിച്ച് ചേരാം. നമുക്ക് ഓരോരുത്തർക്കും ഇത് പിരിയുന്നതിന് മുമ്പ് തന്നെയും അടുത്ത സമാഗമം എവിടെയെങ്കിലും വെച്ച് ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടുമെങ്കിൽ ഈ വാർദ്ധക്യ ദശയിലുള്ള ഒറ്റപ്പെടലും വേദനകളും വിഷമതകളും ഒക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. നമ്മൾ മറ്റു ആളുകളെ കാണുന്ന പോലെ എല്ലാ ബാല്യകാല സുഹൃത്തുക്കളെ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും അതിൻ്റെ പ്രാധാന്യം മനസ്സിൽ ബോധിപ്പിക്കാനാണ് ഇത്രയും ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറേയെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ഇനിയുള്ള പ്രവർത്തനങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്യണം. ഈ പോകുന്നതിന് മുമ്പ് തന്നെയും നമുക്കിനി അടുത്തതായിട്ട് കൂടേണ്ടതിൻ്റെ ആവശ്യകത പരസ്പരം സംസാരിക്കണം. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഗ്രൂപ്പ് ശ്രീമാൻ ഫ്രാൻസിസ് ആണ് ഈ ഗ്രൂപ്പ് ഫോം ചെയ്തത്. അതിനെ നിരന്തരം പ്രചോദിപ്പിച്ചത് ശ്രീമാൻ ടോമാണ്. ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ശ്രീമാൻ പീറ്ററാണ്.
നിരന്തരം ഒരുപാട് സമയം പീറ്റർ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, പുതിയ ആളുകളൊക്കെ കണ്ടെത്തുന്നതിന്. അതിനുവേണ്ടി സന്തോഷം പീറ്ററിൻ്റെ കൂടെ ഒരുപാട് സമയം വന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് കൊണ്ട് രൂപീകൃതമായി അടുത്ത സമയത്ത് എനിക്കൊരു ആശ്ചര്യം ഉണ്ടായി. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കാമെന്ന് വിചാരിക്കണം. എനിക്കുണ്ടായ ആശ്ചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മളുടെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടു മുമ്പിൽ ഇരുന്നിരുന്നൊരു സുഹൃത്തുമായിട്ട് ആണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത്. ആ സുഹൃത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരിക്കലും ആരോടും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പുത്തയൻ ജോയി എൻ്റെ സുഹൃത്തിൻ്റെ മുമ്പിലത്തെ സീറ്റിലിരിക്കുന്ന ബസോലിയസുമായിട്ട് പലപ്പോഴും വഴക്കുകൾ ഉണ്ടാക്കും. പുത്തയൻ ജോയി വെറുതെ അദ്ദേഹത്തെ അന്തരിച്ചു പോയി. ബസോലിയോസ് വളരെ നിഷ്കളങ്കനായിരുന്നു. വിദ്യാലയത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷവും ബസോലിയസിനെ കാണാൻ വരുമായിരുന്നു. ചക്ക വറുക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. എനിക്ക് ചക്ക വറുത്ത് കൊണ്ടുതരുമായിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ബസോലിയോസ് പിരിഞ്ഞതിന് ശേഷവും. പക്ഷേ നമ്മൾ ഇന്ന് അദ്ദേഹം വേർപിരിഞ്ഞു പോയി, ഈശ്വരസന്നിധിയിലേക്ക് പോയി. അപ്പോൾ ആ പഠന ക്ലാസ്സിൽ എൻ്റെ മുമ്പിൽ ഇരുന്നിരുന്ന ഈ സുഹൃത്ത് ആരോടും വഴക്കുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, എപ്പോഴും സ്നേഹമായിട്ട് സംസാരിക്കുള്ളൂ, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ. ചിരിക്കാതെ അദ്ദേഹം സംസാരിച്ച് ഞാൻ അദ്ദേഹം കണ്ടിട്ടില്ല. അപ്പോൾ ചിരിച്ച് സംസാരിക്കുന്നതിന് ശൈലിയോടുള്ള ഇഷ്ടം കൊണ്ടാവാം ഇപ്പോൾ ക്ലാസ് 10 മണിക്ക് തുടങ്ങുമ്പോൾ 9:30 ആകുമ്പോൾ ഞങ്ങളവിടെ ക്ലാസ്സിൽ വരും. അപ്പോൾ തൊട്ട് ഞാൻ ഈ സുഹൃത്തിനോടാണ്, ആ സുഹൃത്ത് എന്നോടുമാണ് കൂടുതൽ സംസാരിക്കുക. അത് എൻ്റെ തൊട്ട് മുമ്പിലുള്ള സീറ്റിലിരിപ്പുണ്ട്, ബെഞ്ചിൽ. അത് ക്ലാസ് പിരിയും വരെയും ഇടവേളകളിലും ഞങ്ങൾ തുടരുമായിരുന്നു. എന്തുണ്ടെങ്കിലും തൊട്ട് മുമ്പിൽ ബെഞ്ചിൽ വിശ്വനാഥൻ ഇരിപ്പുണ്ട്, ജോയി ഇരിപ്പുണ്ട്, ജോർജ് ഇരിപ്പുണ്ട്, എൻ്റെ അടുത്ത് ജെയ്സൺ ഉണ്ട്, പുറകിലത്തെ ബെഞ്ചിൽ സെബാസ്റ്റ്യൻ ഉണ്ട്, ജോയി പുത്തേനുണ്ട്, ഞാനുണ്ട്. അപ്പോൾ പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നത്. എൻ്റെ മുമ്പിൽ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട്, അദ്ദേഹം ചിരിക്കുമ്പോൾ പല്ലിനൊരു വിടവുണ്ട്. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന, ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും അധികം സംസാരിച്ചിട്ടുള്ള മറ്റു സുഹൃത്തുക്കൾ അധികം ഉണ്ടാവില്ല. അങ്ങനെ വിദ്യാലയ ജീവിതം കഴിഞ്ഞു, ഞങ്ങൾ പിരിഞ്ഞുപോയി. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഗ്രൂപ്പ് ഫോം ചെയ്ത് ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള, എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന ആ ക്ലാസ്സിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന എൻ്റെ അടുത്ത സുഹൃത്താണ് അഭിവന്ദനായിട്ടുള്ള റവറൻ ബ്രദർ ആന്റണി. അദ്ദേഹത്തെ സന്യാസ വേഷത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ ഒരു നിമിഷം ആലോചിച്ചത്, അദ്ദേഹത്തിൽ നിന്ന് എന്നിലേക്കാണോ സന്യാസം പകർന്നു കിട്ടിയത്? ഈ സംസർഗം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നാണല്ലോ. എന്നിൽ നിന്ന് അദ്ദേഹത്തിലേക്കാണ് സന്യാസം പകർന്നു കിട്ടിയത്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ചിത്രം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയി. ഞാനത് നേരിൽ കാണുമ്പോൾ അത് അഭിവന്ദ്യ ബ്രദറിനോട് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ വരാൻ സാധിക്കാതെ ആയിപ്പോയി. അപ്പൊ ഇതൊരു വിസ്മയകരമായൊരു കാര്യമാണ്. ഒരു ക്ലാസ്സിലെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന, എപ്പോഴും ഇടപെട്ടിരുന്ന രണ്ടുപേരും സന്യാസ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളത്. നമ്മുടെ സഹപാഠികളിലും ഞങ്ങൾ രണ്ടുപേരുമാണല്ലോ സന്യാസ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്കും വിസ്മയകരമായിട്ടുള്ളൊരു വാർത്ത ആയിരിക്കും എന്നുള്ളതുകൊണ്ട് അത് പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള അഭിവന്ദനായ റവറൻ ബ്രദർ ആന്റണിക്ക് സ്നേഹാദരങ്ങൾ അർപ്പിക്കണം. ഇനി ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുകയാണ്. നമ്മുടെ പഠന ക്ലാസ്സിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, അഭിമാനമായിട്ടുള്ള ശ്രീമാൻ ചാക്കോച്ചനുണ്ട്. ചാക്കോച്ചൻ എന്ന വേദിയിലുണ്ട്. ഒരു കാര്യം കൂടി ചാക്കോച്ചനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചാക്കോച്ചൻ്റെ മുഖത്ത് അന്നും എന്ത് പ്രസന്നത ഉണ്ടായിരുന്നു. ചാക്കോച്ചൻ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് പഠിക്കാൻ വന്നത്. ഒരുപാട് ഉത്തരവാദിത്ത ബോധമുള്ള ആളാണ്. അന്നുള്ള പ്രസന്നതയും സൗമ്യതയും അതേപടി തന്നെ ചാക്കോച്ചൻ്റെ മുഖത്ത് ഇന്നുമുണ്ട്. ആ പ്രസന്നത, ആ സൗമ്യത, അതേ സ്നേഹം എല്ലാം ഇന്നുണ്ട്. ഇന്ന് മാത്രമല്ല, ചാക്കോച്ചൻ്റെ വാക്കുകൾക്ക് അന്നുള്ള മാധുര്യവും കാവ്യഭംഗിയും വൈജ്ഞാനികമായിട്ടുള്ള ഉയർന്ന നിലയും ഒക്കെ ഇന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓണ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും
എല്ലാവർക്കും ഹൃദ്യമായ ഒരു തിരുവോണവും അനേക വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരലിൻ്റെ സന്തോഷവും എല്ലാം ജഗദീശൻ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈശ്വരപാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം.